സുബ്ഹാനല്ലാഹ്, എന്താ മനസ്സത്? മുടിയർപ്പിക്കാൻ പാടില്ല, പോലും ശരിയാവില്ലെന്ന് മുലിയന്മാർ പറഞ്ഞു കേട്ടില്ലേ? ഈ വയസ്സാം കാലത്ത് എന്തിനുള്ള പുറപ്പെടാ മനുഷ്യങ്ങൾക്ക്? ഇതൊന്നും മുണ്ടാന്ന മൂല്യന്മാരാകുമ്പോ അറിയാലോ, അപ്പുറം പറയും. എനിക്ക് ദുബായിലേക്ക് ഒരു വിസ ശരിയാക്കിയരാന്ന് ഒരാള് പറഞ്ഞീന്ന്. ഇനി അതിന്റെ ഒരു മറുപടിയേ ഉള്ളൂ. ആ അറബിക്ക് ഞാനൊരു വയസ്സനാണെന്ന് തോന്നരുതല്ലോ. ഞാൻ അപ്പൊ മൂടി മീസൊക്കെ കറുപ്പിച്ച അതിനും വേണ്ടിട്ടാ. എനിക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. അല്ല, ഈ വയസ്സാം കാലത്ത് നിങ്ങൾക്ക് വേറെന്തേലും പൂതി ഉണ്ടോ? ഇതിന്റെ മുത്തല്ലേ. പിന്നെ എനിക്കൊരു 3000 ആവശ്യം, ട്രാവൽസ് പോകേണ്ട അത്യാവശ്യം ഉണ്ടായി. പണി ശരിയായാലേ മാസം എന്റെ അക്കൗണ്ടിക്ക് 10,000 കണക്കിന് ഉറുപ്പിക ഇങ്ങനെ വരൂലേ. പിന്നെ ഒരു പണിക്കും പോണ്ട, തൊഴിലുറപ്പിനും പോണ്ട, സുഖസുന്ദരമായി ഇങ്ങനെ ജീവിച്ചാ പോരന്റെ മൈമൂ. അതെ, ഭാവി തെളിയാൻ വേണ്ടി ചെയ്യുന്നതേ ഭാവി കരിഞ്ഞു വേണ്ടെന്ന് വെച്ചാ മതി. പിന്നെ എനിക്കൊരു 3000 അർജന്റായിട്ട് വേണ്ടിനി. ഇങ്ങെടുത്താ ഉണ്ടോ നോക്കട്ടെ. 3000 ഒന്നും എന്റെ ഇങ്ങോട്ട് തന്നാ ജി. ഞാൻ പോകുക. ഇന്നെ തൊഴിലുറപ്പേരാണ് കാത്തു ഞാനും കൊറേ അയക്കും ഇപ്പൊ തന്നെ. മലപ്പുറത്ത് വന്നത് മതിയല്ലോ, ഭാഗ്യം. മക്കൾ ഉച്ചക്ക് വരൂ. മീൻകൂട്ടാനും ചോറ് കാത്തുണ്ട്, വേണേ എടുത്ത് തിന്നോളാണ്ടി. വേണ്ട മാട്ടേ തിന്നണ്ട. ഹലോ ഹലോ, നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ശരിയാക്കിയിട്ടുണ്ട്. ഇക്കാക്കിന്റെ ഫോട്ടോ കണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടായി. വിവാഹം കഴിഞ്ഞാലേ ദുബായിലേക്ക് കൊണ്ടുപോകുന്ന അവർ പറഞ്ഞത്. അവിടെയുള്ള വലിയ സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടു പോകാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് തയ്യാറാണെങ്കിൽ ഓക്കെ. ഞാൻ എന്തിനു റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ സർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വന്നോളൂ, ഞാൻ അവരെ വിളിച്ചു വരുത്താം. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ ആ പെണ്ണിന്റെ ഫോട്ടോ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുമോ? ഓക്കെ ഓക്കെ സർ. ഓക്കെ. ഞങ്ങളുടെ കമ്മീഷൻ ബാക്കിയുള്ളത് മറന്നു പോകണ്ട. ഇല്ലല്ല, അത് ഞാൻ തരും, മറക്കൂല, ഉറപ്പായിട്ട് തരും. എന്താണ് ഇതാണ് മൊഞ്ചത്തി വമ്പത്തി. മൊഞ്ചത്തി പെണ്ണേ നിൻചുണ്ട് നല്ല ചുവന്ന താമരച്ചുണ്ട്. ആഹാ, എന്തൊരു സുന്ദരിയാണിത്. ഇതാണ് എൻ്റെ കൽവിലെ മൊഞ്ചത്തി. ഇങ്ങനെ ഒരുത്തിയെ കിട്ടണം കെട്ടണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബാപ്പ പറഞ്ഞത്, ഈ ചോർക്ക് നോക്കണ്ട, സ്ത്രീധനവും പണവും നല്ലോണം കിട്ടുന്ന ഒരുത്തിയെ ഞാൻ കണ്ടുവച്ചിരുന്നു. ഓളെ കെട്ടിയാച്ചി കഴിച്ചിലാവും. ഇപ്പൊ നോക്കുമ്പോ എന്താ സ്ഥിതി? ഞാനത്തെ കഴിച്ചിലായിട്ടില്ല. എത്താപ്പോൾ ഒരു കോലം. ഇത്ര നല്ല സുന്ദരിമാരുണ്ടായിട്ടും എനിക്ക് കിട്ടിയ ഒരു കോലാലോചിച്ചൊക്കെ ഞാൻ. ഫ്രണ്ടാണ് മൈമു, എന്റെ എറണാകുളത്തുള്ള ഫ്രണ്ടാണ്. ഫ്രണ്ട് ആണേലും വേണ്ടിയില്ല, ബാക്ക് ആണേലും വേണ്ടിയില്ല. അല്ല, ആണുങ്ങളോട് ശൃംഗരിക്കാൻ തുടങ്ങിയോ? അതോ എന്റെ ഫ്രണ്ടാണ് മൈമു. ഞാൻ ഇവിടുന്ന് പോയാ പിന്നെ നിങ്ങൾക്ക് ഇതല്ലേ പരിപാടി? ഞാൻ തൊഴിലുറപ്പിന്റെ ബുക്ക് എടുക്കാൻ വന്നാ അപ്പഴാ അത് കണ്ടത്. എന്റെ ഫ്രണ്ടാണ് മൈമു, എനിക്കത് പറഞ്ഞാ മനസ്സിലാവില്ല. ഫ്രണ്ടും ബാക്കും. ഞാൻ എന്റെ 14 വയസ്സ് വന്നല്ലേ, നിങ്ങളുടെ ഓരോ സ്വഭാവം ഞാൻ എനിക്ക് അറിയുന്നല്ലേ. ഓരോ കച്ചവടത്തിനും പറന്റെ കമ്മലും പാലും ഒക്കെ ഊരി വിറ്റ് സ്വർണ്ണം നേർന്നപ്പോ നിങ്ങൾക്ക് എന്നെ പറ്റാണ്ടായില്ലേ? മൂപ്പരിപ്പോ വേറെ പെണ്ണിട്ടാ നടക്കപ്പോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരേലേക്ക് നിങ്ങളെ ഞാൻ കേറ്റൂല. നിങ്ങള് പോണോടത്തന്നെ കൂടിക്കോണേ. മൈമൂനെ വാതില് തുറക്കൂല. നിങ്ങൾക്കൊരു വിചാരമുണ്ട് മൈമൂനൊക്കെ ചോദിക്കാനും പറയാൻ ആരും ഇല്ലാന്ന്. നമുക്ക് ചോദിക്കാനും പറയാനും നമ്മളെ തൊഴിലുറപ്പിലെ പെണ്ണുങ്ങളുണ്ട്. അത് മതി. ഓ പടച്ചോനെ, അടുത്തുള്ള ആരൊക്കെ പേരുണ്ട്, ഇതൊന്നും ഉണ്ടാക്കി. ഓ ഗൾഫിലിന്റെ കൂടെ ഇനി ആൾക്കാരാ വരുന്നത്. മാഫി മുസ്കിൽ ഉർമ അലാത്തൂൽ ഗിർ 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 ആന മുസ്കിൽ കബീർ മാലുവാന ഉർമ മിയ മിയ അന്ത അലിബാബ കബീർ അല്ലേ യല്ല റൂ അന റൂ ബറ ബാബാ ജാവോ. നിങ്ങൾ അറബിയിൽ എന്നെ പറ്റി കുറ്റം പറഞ്ഞു എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾ വിചാരിച്ചോ? പിന്നെ നിങ്ങൾ ആ മൊഞ്ചത്തിനെ കെട്ടി അവിടെ തന്നെ നിന്നോളി.
ഇജെന്നെ വാസിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആവും ചെയ്യും. വല്ലാത്തൊരു പാടത്തന്നെ. ഓരോ നുണയും പറഞ്ഞ എന്റെ പൊന്നു മുഴുവനും വിറ്റ് തൊലച്ച് 200 കൊടുക്കണ്ടില്ല പണ്ടാരക്കാലിന്. ഞാൻ അന്നേ പറഞ്ഞതാ എന്റെ ബാപ്പാനോട് ഈ ചങ്ങായിനെ കൊണ്ട് എന്നെ കെട്ടിക്കണ്ടാന്ന്. എന്നോട് പോയി. ബാപ്പ എന്ന് പറ നല്ല ശേലും സ്വഭാവമുള്ള ആളാന്ന്. ഇപ്പൊ നോക്കും എന്താ സ്ഥിതി. സ്വഭാവം മകാപടക്ക് 5 പൈസന്റെ ഗദ്യമില്ല. മാറ്റി ഒരുക്കി പുയ്യാപ്പിളായി പോവുക ഈ ചങ്ങായിനൊരു കയ്യില്. എന്റെ മക്കളെ ഗതി എന്നാ ഉണ്ടറമ്പേ. അളിയൻ ഇപ്പൊ എങ്ങോട്ടൊക്കെ ഉളൂസ് കാണിച്ച് പോണത്? മൈമൂന ഈ എന്താ നേരം വൈകിയേ? ഒന്നുമില്ല. എന്താ കൊറ്റിയേ? എന്റെ വീതി അല്ലാണ്ട് തയ്ച്ചേ. ഈ ഒന്ന് സമാധാനപ്പെടും. ഹലോ പിളച്ച, കാര്യങ്ങളൊക്കെ റെഡി നടക്കട്ടെ. ഞാൻ എന്താ വരുന്നത്? ഷമീറ, പിള്ളച്ചൻ്റെ വീട്ടിലെ കല്യാണമാണ് നാളെ. എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം. ആയിക്കോട്ടെ. ഞാൻ ചിലപ്പോൾ വൈകും. കഴിഞ്ഞ ദിവസം വിളിച്ച ബഷീർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തുകൊണ്ട്. ഓക്കെ സാർ. ഓക്കെ. ഇരിക്കൂ സാർ. ഞാൻ പൊന്നപ്പൻ. കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു. ഞാൻ നിങ്ങളെ രജിസ്റ്ററിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാര്യ മരിച്ചു, കുട്ടികൾ 2 ആണല്ലേ? അതെ. അവര് കല്യാണം കഴിഞ്ഞ് ഒരാള് ഭാര്യ വീട്ടിൽ സ്ഥിരതാമസാക്കി, ഒരാള് വിദേശത്ത്. ചേട്ടൻ വിദേശത്തൊക്കെ ഒന്ന് പോയിക്കൂടെ? ആഗ്രഹം മാത്രം പോരല്ലോ, അവര് കൊണ്ടുപോണ്ട മാഡം. എന്തായാലും ചേട്ടൻ അടുത്താഴ്ച വരും. ഞങ്ങൾക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. എന്നാലും ഞങ്ങളുടേതായ ചില അന്വേഷണമൊക്കെ വേണമല്ലോ. എന്നാ അടുത്ത ആഴ്ച വരാട്ടോ. ശരി, ഓക്കെ. ഞാൻ വരുന്ന കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ? ആ പറയൂ. എന്താ പറഞ്ഞേ? അവര് പറഞ്ഞത് അല്പം തിരക്കിലാണെന്നാണ്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നായിക്കോട്ടെ, ഞാൻ ഇപ്പം വരാം. നമ്മുടെ വട്ടക്കണ്ടി ബഷീറിന്റെ വീട് ഏതാ? അതാ ആ കാണുന്ന. ബഷീർ കൂടാതെ വേറെ ആരൊക്കെയുണ്ട്? ബഷീറും ഭാര്യയും 2 കുട്ടികളും. ഓ, ബഷീർ വിവാഹിതനാണല്ലേ? അതെ. അങ്ങനെയൊന്നുമില്ല, വെറുതെ ചോദിച്ചതാണ്. ആയിക്കോട്ടെ. ഹലോ. സമീറ. പറയൂ. കിട്ടിയ വിവരം വെച്ച് നോക്കുമ്പോ അത്ഭുതപ്പെടും. ബഷീർ വിവാഹിതനും 2 മക്കളുമുണ്ട്. അങ്ങനെയാണല്ലേ? അത് ശരിയല്ലേ? ഇരിക്കു സാർ. ഹക്കീം എന്ന് പറഞ്ഞാൽ ഓണർക്കറിയാം. ഹക്കീം സാറിനെ ഇവിടുത്തെ സാറിന് അറിയാലേ? തീർച്ചയായിട്ടും. ഞാൻ വന്നത് എൻ്റെ മോളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പേര് സോഫിയ ഫാത്തിമ. B.Ed, M.Ed, ഹൈസ്കൂൾ അധ്യാപികയാണ്. 24 വയസ്സ്. 2 സഹോദരന്മാരുണ്ട്. എൻ്റെ ഫോൺ നമ്പർ ചേർത്തോളൂ. ഉയരം 54. എന്നാ ഓക്കെ, ശരി. എന്താ അവർ വന്നില്ലേ?
നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ പിന്നീട് വരൂ. എന്നൊരു കാര്യം ചെയ്യ്, അവരെ അഡ്രസ്സ് ഇങ്ങോട്ട് തന്നാളി, ഞാൻ ബന്ധപ്പെട്ടോളാം. അഡ്രസ്സ് ഒന്നും അങ്ങനെ തരാൻ പറ്റില്ല, ഓരുടെ അനുവാദം അല്ലാതെ. നിങ്ങൾ പിന്നെ വന്നോളൂ മനുഷ്യ, സമയം കളയാനായിട്ട്. ആഹാ, ഇപ്പൊ അങ്ങനായോ? ഇന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നില്ലേ? തരക്കേടില്ലല്ലോ നിങ്ങള്. ഒരു കാര്യം ചെയ്യ്, ഇന്റെ 3000 കണ്ട് എടുക്ക്, യൂറോ അവിടെ വേറെയുണ്ട്. ഹേ മിസ്റ്റർ, പറഞ്ഞു പറ്റിക്കുന്നത് ഞാനല്ല, നിങ്ങളാണ്. ഭാര്യ മക്കളുള്ള നിങ്ങൾ അവരെ പറ്റിച്ച് മറ്റൊരു കല്യാണം കഴിക്കാൻ നടക്കുന്നു. നിങ്ങളാണ് യഥാർത്ഥ തട്ടിപ്പ് വീരൻ. ഭാര്യ മക്കളും നിലവിലുള്ളപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചാൽ ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? IPC 494 പ്രകാരം പോലീസ് കേസെടുത്താൽ ജാമ്യം പോലും കിട്ടൂല. നിങ്ങൾക്കറിയോ? 3000 വേണോ അതോ പോലീസിനെ വിളിക്കണോ? നിങ്ങൾ തീരുമാനിച്ചോ. നിങ്ങളിവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില അന്വേഷണങ്ങളുണ്ട്. അതറിയോ തനിക്ക്? നടക്കുന്ന ചായ കണ്ടല്ലോ. ആരാന്ന് ചോദിച്ചോട്ടില്ലേ? ഉപ്പ ഇവിടെ അല്ലല്ലോ. മക്കളെ, ആരാ വാതിൽ മുട്ടുന്നത്? ഇങ്ങോട്ട് വരി മക്കളെ. ആരാത്? ആരാ? ആരും മുട്ടുന്നില്ലല്ലോ. കറണ്ട് പോയല്ലോ. ആരാത്? വേണ്ട. മൈമൂന, വാതിലുറക്ക്. ഇത് ഞാനാ ബിച്ചാപ്പു. ഇല്ല, വാതിൽ തുറക്കൂല. ആരായാലും വാതിൽ തുറക്കൂല. നിങ്ങൾ നാളെ വന്നോളി. വാതിൽ തുറക്കടി. ഞാനാ പറയുന്നത് ബിച്ചാപ്പു. ഇല്ല, ഞാൻ ചവിട്ടി പൊളിക്കൂ. ഞാൻ ഇവിടെ കൂടാൻ വന്നല്ല. ഈ വാതിൽ തുറക്കാണ്, തുറക്ക്. നിങ്ങൾ ഒറ്റയ്ക്കാണേല് കറണ്ട് വരട്ടെ, എന്നിട്ട് തുറക്കാം. നിങ്ങളാണ് കുത്തിരുന്നോളി. ഒന്നും പറ്റിയില്ല. മൈമൂന, എന്താ അവിടെ പ്രശ്നം? എന്താ പ്രശ്നം? ഞങ്ങളിവിടെ വന്ന് എന്തോ പ്രശ്നം ഉണ്ടായിട്ടാ? 100 കൂട്ടം പണിയിലിടല ഞാൻ ഇവിടെ വന്ന്. എന്റെ മക്കളുണ്ട് ഇവിടെ, അതിനോണ്ടാ ഞാൻ ഒന്നും പറയാത്ത. മക്കളാത്തേ പോയിക്കോളി. മൈമൂന, ഒറ്റ കാര്യം എനിക്ക് എന്നോട് ചോദിക്കാനുള്ളൂ. എന്റെ മക്കളെ വാപ്പ ബന്ധന്നെയല്ലേ? തെറ്റായിരിക്കും പറ്റൂ. പടച്ചോനെ വിചാരിച്ച് ഈ അങ്ങ് പുറത്താള്. അതേ എനിക്കിപ്പോ പറയാനുള്ളൂ.
ഇപ്പോഴേക്ക് 100 കുറ്റം ഉണ്ടായത് വിച്ചാക്ക. അത് ഇജ്ജ് എന്നോടാട്ട് ആളിയെ മുണ്ടാണ്ടക്കി ഇതൊക്കെ പറഞ്ഞു തീർക്കാനാ ഞാൻ വന്നത്. വിച്ചാക്കെ 2-3 പെറ്റ് കഴിഞ്ഞാല് പെണ്ണൊന്നിനും പറ്റാണ്ടായിച്ചാലേ ആണുങ്ങക്ക്. വിച്ചാക്കെ ശരീരത്തിന്റെ മൊഞ്ചല്ല മനസ്സിന്റെ മൊഞ്ചാണ് നന്നാവേണ്ടത്. ഇതാണ് ആണുങ്ങൾ മനസ്സിലാക്കേണ്ടത്. അളിയ നിങ്ങൾ ഇങ്ങോട്ട് കേറി വരി. അങ്ങോട്ടേക്ക് മൈമൂന അടുത്തേക്ക് നിക്ക്. അങ്ങോട്ട് അടുത്തേക്ക് നിക്ക്. ഈ കൊടുയാളും കൊണ്ട ആ കൈ അങ്ങോട്ട് പിടിക്ക്. ആ കൈ അങ്ങോട്ട് പിടിക്ക്. ഇങ്ങനെയാണ് കുടുംബം നന്നാവല്. ആ വാതിലോർക്കി തുറക്കി ആത്തേക്ക് നടക്കി. ഇങ്ങനെയാണ് കുടുംബം നന്നാക്കല്. ആ